നമസ്കാരം, അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം. SLC മുതൽ PG ഡിഗ്രി വരെയുള്ള ആർക്കും ജോലി ലഭിക്കാൻ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ അവസാനം വരെ കാണുക. നിരവധി തസ്തികയിലെ ഒഴിവുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഗവൺമെന്റ് മേഖലയിലെയും പ്രൈവറ്റ് മേഖലയിലെയും നിരവധി സ്ഥാപനങ്ങളിൽ വന്നിരിക്കുന്ന ഒഴിവുകളുടെ വിശദ വിവരങ്ങൾ ഈ വീഡിയോയിൽ ആദ്യ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ കാണുക. SLC മുതൽ അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികകളും PG ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതും +2 ITI ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന തസ്തികയുടെയൊക്കെ വിശദ വിവരങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണുക. ഈ തസ്തികയിലേക്കെല്ലാം അപേക്ഷിക്കാവുന്ന ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകുന്നുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യം ഗവൺമെന്റ് മേഖലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസിയുടെ വിശദ വിവരങ്ങൾ നോക്കാം. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് തസ്തികയിൽ ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം 4 വരെയാണ്. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ, OBC, EWS കാറ്റഗറിയിലുള്ളവർക്ക് 450 രൂപയും SC/ST കാറ്റഗറിയിലുള്ളവർക്ക് 50 രൂപയുമാണ് ഫീസ്. ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാൻ കഴിയുന്നതാണ്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും ഒക്ടോബർ 4 തന്നെയാണ്. ഇതിന്റെ എക്സാം ഒക്ടോബർ മാസം 21 മുതൽ 23 വരെ ആയിരിക്കും. ഇതിന്റെ പ്രിലിമിനറി എക്സാം ആണ് ഒക്ടോബർ 21 മുതൽ 23 വരെ നടക്കുക. അതിനോടനുബന്ധിച്ച് തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിന്റെ മെയിൻ എക്സാം ഡിസംബർ 2 നടക്കുക. വളരെ വേഗത്തിൽ നിയമനം ലഭിക്കുന്ന തസ്തികയാണ്. അതുകൊണ്ട് തന്നെ ഉടൻ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന നല്ലൊരു തസ്തികയാണ്. RBIയിലാണ് നിയമനം ലഭിക്കുക. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമാണ്. അപേക്ഷിക്കാനുള്ള മിനിമം ഏജ് ലിമിറ്റ് 20 വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് 28 വയസ്സും ആണ്. സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. പ്രായം കണക്കാക്കുന്ന തീയതി 1/9/2023 എന്ന തീയതി ബേസ് ചെയ്താണ്. ആകെ 450 അസിസ്റ്റന്റ് തസ്തികയാണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ്. ഡിഗ്രിക്ക് മിനിമം 50% മാർക്കുള്ളവരായിരിക്കണം. നോട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയ്ക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുന്ന തലത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. തിരുവനന്തപുരം, കൊച്ചി എന്നിവയിൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം അറിയാവുന്നവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റു സ്റ്റേറ്റുകളിലും വേക്കൻസികൾ നിരവധി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് അറിയാവുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തമിഴ് അറിയാവുന്നവർക്ക് തമിഴ്നാട്ടിലെ വേക്കൻസിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിലും വേക്കൻസി ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ആ സ്ഥലത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാമെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ട് ചെയ്യുക. RBIയിലെ അസിസ്റ്റന്റ് തസ്തികയാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം 4 വരെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ തന്നെ ഒക്ടോബർ 4 മുമ്പായി തന്നെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. കോസ്റ്റ് ഗാർഡ് ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. യാന്ത്രിക് നാവിക് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മിനിമം SLC മതിയാകും അപേക്ഷിക്കാൻ. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 22 5:30 വരെയാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ, OBC, EWS കാറ്റഗറിയിലുള്ളവർക്ക് 300 രൂപയാണ്. SC/ST കാറ്റഗറിയിലുള്ളവർക്ക് ഫീസ് ഒന്നും തന്നെ ഇല്ല. ഫീസ് ഓൺലൈൻ വഴി അടക്കാനുള്ള സൗകര്യമുണ്ട്. അപേക്ഷിക്കാനുള്ള മിനിമം ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയാണ്. അതായത് 1/5/2002 30/4/2006 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ആകെ 350 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേക്കൻസിയുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. നാവിക് ജനറൽ തസ്തികയിൽ 260 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത +2 ആണ്. +2-ന് ഫിസിക്സ്, മാത്സ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചവർക്കാണ് നാവിക് ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് തസ്തികയിൽ 30 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. യാന്ത്രിക് തസ്തികയിൽ 60 വേക്കൻസി വന്നിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ്സും അതിനൊപ്പം ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനുള്ള ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് യാന്ത്രിക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 60 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മാസം 22 താല്പര്യമുള്ളവർ അതിനു മുമ്പായി തന്നെ അപ്ലൈ ചെയ്യുക. കൂടാതെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. ഇനി വന്നിരിക്കുന്ന വേക്കൻസി
KSRTC ഷിഫ്റ്റിലാണ്. KSRTC ഷിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 20 ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 20 നാളെയാണ് ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. KSRTC ഷിഫ്റ്റിലാണ് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയാണ്. അപേക്ഷ ഫീസ് ഒന്നും തന്നെ ഇല്ല, എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 24 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ്. പ്രായം കണക്കാക്കുന്ന തീയതി 20/9/2023 എന്ന തീയതിയെ ബേസ് ചെയ്താണ്. അപേക്ഷിക്കാനുള്ള യോഗ്യത SLCയും അതിനൊപ്പം ഹെവി വെഹിക്കിൾ ലൈസൻസും 5 വർഷത്തെ എക്സ്പീരിയൻസുമാണ് അപേക്ഷകർക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭിക്കുന്ന ശമ്പള സ്കെയിൽ എന്ന് വെച്ചാൽ ഒരു ഡ്യൂട്ടിക്ക് 715 രൂപയാണ്. ഒരു ദിവസം ഒരു ഡ്യൂട്ടി മാത്രമായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഡെയിലി 715 രൂപ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം വരുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയാണ്. KSRTCയിലാണ് നിയമനം ലഭിക്കുക. താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ഇതിൽ നിയമനം ലഭിക്കുക. ഒരു വർഷത്തേക്കായിരിക്കും കോൺട്രാക്ട് ആയി ലഭിക്കുക. പിന്നീട് അത് പുതുക്കി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നുള്ള അവസരമുണ്ട്. അത് KSRTCയുടെ നിയമം അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ലഭിക്കുക. ഇപ്പോൾ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക. KSRTCയിൽ ഡ്രൈവർ കം കണ്ടക്ടർ ആകാൻ താല്പര്യമുള്ളവർ തീർച്ചയായും 20-ാം തീയതിക്ക് മുമ്പായി തന്നെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് പറയുന്നത് 30-ലധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങൾ മിനിമം 5 വർഷം കുറയാതെയുള്ള ഡ്രൈവിംഗിലുള്ള പ്രവൃത്തി പരിചയമാണ് പറയുന്നത്. 10ാം ക്ലാസ് മതി യോഗ്യതയായിട്ട്. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. കേരള പോലീസിലാണ് ഇനി വേക്കൻസി വന്നിരിക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാതെ കേരള പോലീസിൽ കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. കേരള പോലീസിന്റെ ട്രാൻസ്പോർട്ട് വിംഗിലാണ് അവസരം വന്നിരിക്കുന്നത്. ആ വേക്കൻസിയുടെ വിശദവിവരങ്ങൾ നമുക്ക് നോക്കാം. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 18-ാം തീയതിയാണ്. അപേക്ഷ ഫീസ് ഒന്നും തന്നെ ഇല്ല. താല്പര്യമുള്ളവർക്ക് സൗജന്യമായിട്ട് ഒക്ടോബർ 18 മുമ്പായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പോലീസിൽ മോട്ടോർ വിംഗിലാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിരിക്കുന്നത്. കേരള പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിംഗിൽ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. ആകെ 28 വേക്കൻസി വന്നിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത SLC ആണ്. കൂടാതെ അതിനൊപ്പം ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ITA സർട്ടിഫിക്കറ്റും അപേക്ഷകർക്ക് ആവശ്യമാണ്. ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഇല്ല. എന്നാൽ അപേക്ഷകർക്ക് മിനിമം ഹൈറ്റ് 165 സെന്റിമീറ്ററും ചെസ്റ്റ് മിനിമം 81 സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ അധികമായും എക്സ്പാൻഡ് ചെയ്യണം. കൂടാതെ ഐ ടെസ്റ്റും ഉണ്ടായിരിക്കും. എന്നാൽ ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റ് മറ്റ് പോലീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴുള്ള ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഈ തസ്തികയിൽ പാസ്സാകുന്നവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാതെ കേരള പോലീസിൽ ജോലി നേടാൻ ഒരു സുവർണ അവസരമാണ്. മതിയായ യോഗ്യതയുള്ള എല്ലാ കൂട്ടുകാരും മറക്കാതെ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. OBCക്ക് 29 വയസ്സ് വരെയും SC/STക്ക് 31 വയസ്സ് വരെയും എക്സ് സർവീസ്മാന് 41 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു അവസരം മതിയായ യോഗ്യതയുള്ളവർ തീർച്ചയായും ഉപയോഗിക്കുക. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പർ ആകാം. മിനിമം SLC യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം 18-ാം തീയതി വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ആകെ 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിൽ ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. OBCക്ക് 3ഉം SC/STക്ക് 5 വർഷവും ഇളവ് ലഭിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യത SLC ആണ്. SLC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള സർക്കാർ ജോലിയാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ സ്റ്റോർ കീപ്പർ തസ്തികയാണ്. തീർച്ചയായും SLC യോഗ്യതയുള്ള എല്ലാ കൂട്ടുകാരും ഇത് അപ്ലൈ ചെയ്യുക. കൂടാതെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും ശ്രദ്ധിക്കുക. കാരണം നിരവധി തസ്തികയിൽ അറിയാത്ത കാരണം കൊണ്ട് നിരവധി പേർ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. കൂടാതെ ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. കേരള ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആകാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയാണ്. കേരള സർക്കാർ ജോലിയാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം 18-ാം തീയതിയാണ്. അപേക്ഷ ഫീസ് ഒന്നും തന്നെയില്ല. എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്.
പ്രതീക്ഷിത ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ അനുസരിക്കുന്നത്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ്. സയൻസ്, ആർട്സ്, കൊമേഴ്സ് വിഷയങ്ങളിൽ ഏത് വിഷയത്തിലും ഒരു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ അതിനൊപ്പം ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസിൽ സർട്ടിഫിക്കറ്റും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതിന് ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായും മതിയായ യോഗ്യതയുള്ളവർക്ക് ഇതൊരു നല്ലൊരു സുവർണ അവസരമാണ്. പ്രതീക്ഷിത ഒഴിവിലേക്ക് നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തസ്തികയാണ്. തുടക്കം തന്നെ 39,300 രൂപ വരെ ബേസിക് പേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ തസ്തികയിലേക്ക് നിയമനം ലഭിക്കുമ്പോൾ 83,000 വരെ ശമ്പള സ്കെയിൽ നീളുന്നതാണ്. 39,300 രൂപ മുതൽ 83,000 രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിങ്ങൾക്ക് ആദ്യം നിയമനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഈ തസ്തികയിലേക്ക് താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ നിരവധി ഒഴിവ് വന്നിട്ടുണ്ട്. നോട്ട് ചെയ്യുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 55 വയസ്സ് വരെയാണ്. PG ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ലൈഫ് സയൻസ് PhD അല്ലെങ്കിൽ PG ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 15 വർഷം എക്സ്പീരിയൻസ് അപേക്ഷകർക്ക് ആവശ്യമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് 1,80,000 രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയാണ്. കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് നിയമനം ലഭിക്കുക. താല്പര്യമുള്ളവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. 1 വർഷത്തെ കരാർ നിയമനമായിരിക്കും ലഭിക്കുക. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. കോൾ ഇന്ത്യയിൽ നിയമനം നേടാം. മാനേജ്മെന്റ് ട്രെയിനിങ് തസ്തികയാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 12-ാം തീയതിയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് 12-ാം തീയതി മുമ്പായി തന്നെ നിങ്ങൾക്ക് എക്സാം ഷെഡ്യൂൾ അറിയാൻ കഴിയുന്നതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ജനറൽ OBC കാറ്റഗറിയിൽ ഉള്ളവർക്ക് ഫീസ് ഉണ്ട്. ഫീസ് 1,180 രൂപയാണ്. SC ST PH കാറ്റഗറിയിലുള്ളവർക്ക് ഫീസ് ഒന്നും തന്നെ ഇല്ല. ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയാണ്. പ്രായം കണക്കാക്കുന്ന തീയതി 31/8/2023 എന്ന തീയതിയെ ബേസ് ചെയ്താണ്. സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായുള്ള ലഭിക്കുന്നതാണ്. ആകെ 560 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യയിലാണ്. ഓൾ ഇന്ത്യയിൽ മാനേജ്മെന്റ് ട്രെയിനിങ് തസ്തികയാണ്. മൈനിങ് എഞ്ചിനീയറിംഗ് തസ്തികയിൽ 351 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത BE അല്ലെങ്കിൽ BTech ആണ്. റിലേറ്റഡ് ട്രേഡിലുള്ള BE അല്ലെങ്കിൽ BTechൽ 60% മാർക്ക് അപേക്ഷകർക്ക് ആവശ്യമാണ്. SC ST കാറ്റഗറി ഉള്ളവർക്ക് മിനിമം 55% മാർക്ക് മതിയാവും. അതിനൊപ്പം 2023 ഗേറ്റ് സ്കോറും അപേക്ഷകർക്ക് ആവശ്യമാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ട്രേഡിൽ 172 വേക്കൻസി ഉണ്ട്. അപേക്ഷകളുള്ള യോഗ്യത BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ്. 60% മാർക്കുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള BE അല്ലെങ്കിൽ BTech ആണ്. SC ST കാറ്റഗറി ഉള്ളവർക്ക് മിനിമം 55% മാർക്ക് മതിയാവും. കൂടാതെ 2023 ഗേറ്റ് സ്കോർ ഉള്ളവരായിരിക്കണം അപേക്ഷകർ. ജിയോളജിയിൽ 37 വേക്കൻസി ഉണ്ട്. അപേക്ഷകളുള്ള യോഗ്യത MSc അല്ലെങ്കിൽ MTech ആണ്. ജിയോളജിയിലുള്ള MSc അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി അല്ലെങ്കിൽ ജിയോ ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോ ഫിസിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷകർക്ക് മിനിമം 60% മാർക്ക് ആവശ്യമാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. മതിയായ യോഗ്യതയുള്ളവർ ഒക്ടോബർ 12 മുമ്പായി തന്നെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് പ്രൈവറ്റ് മേഖലയിൽ വന്നിരിക്കുന്ന വേക്കൻസി നോക്കാം. ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് മേഖലയിൽ വന്നിരിക്കുന്ന നിരവധി വേക്കൻസിയാണ് നോക്കിയത്. ഇനി പ്രൈവറ്റ് മേഖലയിലെ വേക്കൻസി നോക്കാം. ആദ്യം പ്രൈവറ്റിൽ IT മേഖലയിൽ വന്നിരിക്കുന്ന വേക്കൻസി നോക്കാം. UI ഡിസൈനർ തസ്തികയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫ്രണ്ട് ഓഫീസ് അഡ്മിൻ, റിയാക്ട് നേറ്റീവ് ഡെവലപ്പർ, ഫ്ലട്ടർ ഡെവലപ്പർ, ഗ്രാഫിക് ഡിസൈനർ, മെജൻഡോ ഡെവലപ്പർ, ആൻഡ്രോയിഡ് ഡെവലപ്പർ, iOS ഡെവലപ്പർ, ലാർവൽ ഡെവലപ്പർ എന്നീ തസ്തികയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഈ വേക്കൻസി എല്ലാം വന്നിരിക്കുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ ഏത് കമ്പനിയിലാണ് വേക്കൻസി എന്ന് നമുക്കിപ്പോൾ നോക്കാവുന്നതാണ്. വർക്ക്സ്ട്രോയിൽ, അതായത് തൃശ്ശൂർ കൊരട്ടി ഇൻഫോ പാർക്കിൽ വർക്ക്സ്ട്രോയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. UI ഡിസൈനർ തസ്തികയിലേക്ക് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഡിഗ്രിയാണ്. തൃശ്ശൂരിലാണ് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴി താല്പര്യമുള്ളവർ ഒക്ടോബർ 9 മുമ്പായി തന്നെ അപ്ലൈ ചെയ്യുക. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലും
വേക്കൻസി വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആകാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും ഒക്ടോബർ മാസം തന്നെയാണ്. ഒക്ടോബർ 8-ാം തീയതിയാണ് ഓൺലൈൻ വഴി താല്പര്യമുള്ളവർ ഒക്ടോബർ 8-ന് മുമ്പായി തന്നെ അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കാനുള്ള യോഗ്യത ബാച്ചിലർ ഡിഗ്രിയാണ്. ഡിഗ്രി ഉള്ളവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആകാം. വാസ്ട്രോ എന്ന കമ്പനിയിൽ തന്നെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. തൃശ്ശൂരിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. ഫ്രണ്ട് ഓഫീസ് അഡ്മിൻ തസ്തികയിലും വേക്കൻസി വന്നിട്ടുണ്ട്. സെയിം കമ്പനിയിൽ തന്നെയാണ്. വാസ്ട്രോ എന്ന കമ്പനിയിൽ സെയിൽസിൽ ഫ്രണ്ട് ഓഫീസ് അഡ്മിൻ ആകാവുന്നതാണ്. ഒക്ടോബർ 5-ആണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഡിപ്ലോമയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത വരുന്നത്. തൃശ്ശൂരിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. റിയാക്റ്റിലും വേക്കൻസി വന്നിട്ടുണ്ട്. റിയാക്റ്റിൽ വന്നിരിക്കുന്ന വേക്കൻസിയുടെ വിശദവിവരങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് റിയാക്റ്റിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസം 1-ാം തീയതിക്ക് മുമ്പായി തന്നെ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. റിയാക്റ്റിൽ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. തൃശ്ശൂരിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അപേക്ഷിക്കാനുള്ള യോഗ്യത ബാച്ചിലർ ഡിഗ്രിയാണ്. ബാച്ചിലർ ഡിഗ്രി ഉള്ളവർ തീർച്ചയായും ഒക്ടോബർ 5-ന് മുമ്പായി തന്നെ റിയാക്ട് നേറ്റീവ് ഡെവലപ്പർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പറയുന്നതെല്ലാം പ്രൈവറ്റ് മേഖലയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ്. താല്പര്യമുള്ളവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. മതിയായ യോഗ്യതയുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും ശ്രദ്ധിക്കുക. നിരവധി വേക്കൻസികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രൈവറ്റ് മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും നിരവധി വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. നോൺ ടീച്ചിങ് ഫാക്കൽറ്റി ഓഫീസ് അറ്റൻഡന്റ് ആകാവുന്നതാണ്. ഈ വേക്കൻസി വന്നിരിക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് സെന്റ് പയസ് കോളേജിൽ നിങ്ങൾക്ക് ഓഫീസ് അറ്റൻഡ് ആകാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 60 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാസർഗോഡ് സെന്റ് പയസ് കോളേജിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുക. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. താല്പര്യമുള്ളവർ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആകാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30-ാം തീയതി വരെയാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യത CA ആണ്. നിയമനം ലഭിക്കുക ബാംഗ്ലൂരിലായിരിക്കും. ബാംഗ്ലൂരിലാണ് നിയമനം ലഭിക്കുക. അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ സെപ്റ്റംബർ 30-ാം തീയതിക്ക് മുമ്പായി തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിരിക്കുന്ന ലിങ്ക് കയറി അപ്ലൈ ചെയ്യുക. കസ്റ്റമർ സപ്പോർട്ട് കെയർ സ്റ്റാഫ് വഴി കസ്റ്റമർ സപ്പോർട്ട് ആകാവുന്നതാണ്. തിരുവനന്തപുരത്താണ് നിയമനം ലഭിക്കുക. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഗുഡ് മെത്തേഡ്സ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലാണ് അവസരം വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള യോഗ്യത +2 ആണ്. മിനിമം +2 യോഗ്യതയുള്ളവർക്ക് തിരുവനന്തപുരത്ത് കസ്റ്റമർ സപ്പോർട്ട് ആകാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മാസം 21-ാം തീയതിയാണ്. ഫ്ലട്ടർ ഡെവലപ്പർ തസ്തികയിലും വേക്കൻസി വന്നിട്ടുണ്ട്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 5-ആണ്. വാക്സ്ട്രോ എന്ന കമ്പനിയിലാണ്. വാക്സ്ട്രോ എന്ന കമ്പനിയിൽ ഫ്ലട്ടർ ഡെവലപ്പർ, ഗ്രാഫിക് ഡിസൈനർ, മജൻഡോ ഡെവലപ്പർ, ആൻഡ്രോയിഡ് ഡെവലപ്പർ, iOS ഡെവലപ്പർ, ലാറ്ററൽ ഡെവലപ്പർ, റിയാക്ട് നേറ്റീവ് ഡെവലപ്പർ എന്നീ തസ്തികകളിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഈ തസ്തികയിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 5-ആണ്. എന്നാൽ ചില തസ്തികയിൽ ഗ്രാഫിക് ഡിസൈനർ, മജൻഡോ ഡെവലപ്പർ, ഫ്ലട്ടർ ഡെവലപ്പർ എന്നിവയിൽ ഒക്ടോബർ 1-ാം തീയതി വരെയുമാണ് അപേക്ഷിക്കാൻ കഴിയുക. എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ്. എന്നാൽ ഗ്രാഫിക് ഡിസൈനറിൽ ഏത് യോഗ്യതകൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. വിശദവിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. തൃശ്ശൂരിലാണ് ഈ തസ്തികയിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ വേക്കൻസിയുടെ എല്ലാം അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ തസ്തിക അനുസരിച്ച് മുന്നിൽ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് താല്പര്യമുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം ഇതേപോലെ നിരവധി വേക്കൻസിയുടെ വിവരങ്ങളാണ് ഈ വീഡിയോ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതേപോലെയുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണ് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.